സുമി ഇച്ചിരി താമസിച്ച് വരാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കഴിക്കാനിരിക്കുക എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് ആണെങ്കിലും ബ്രെഡ് ആണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടത്. ആ ഒരു പഴയ സ്റ്റൈലിൽ മല്ലിയൊക്കെ ഇട്ടിട്ടുള്ള ബോട്ടിക്കറിയില്ലേ, അതും ഞാൻ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്നത്. പക്ഷെ നല്ലതാണ്. പുട്ടിൻ്റെ കൂടെ ആയിരിക്കും നല്ലത്. നമസ്കാരം. നമ്മൾ വീണ്ടും രുചികൾ ആസ്വദിക്കാനായിട്ട് ഇപ്രാവശ്യം എറണാകുളത്ത് വടുതലയിലാണ് വന്നിരിക്കുന്നത്. വടുതലയിൽ ഇതെന്ന് പറയുന്നത് ചിറ്റൂർ വടുതലയാണ് കേട്ടോ. അരൂർ ഭാഗത്ത് ഒരു വടുതലയുണ്ട്, പക്ഷേ ഇത് ചിറ്റൂർ വടുതലയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ വടുതല പാലത്തിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ വരുമ്പോഴത്തേന് ഇത് ഇഷ്ടംപോലെ ചീനവലകളുണ്ട്. അങ്ങോട്ട് നോക്കിയാൽ കായലിനകത്തോട്ട് ഇഷ്ടംപോലെ ചീനവലകളുണ്ട്. അതിൽ ചിലതിനകത്തൊക്കെ നെറ്റുണ്ട്, ചിലതിലില്ല. മെയിൻ്റനൻസിനായിട്ട് ഊരിയതായിരിക്കാം. അപ്പുറത്ത് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നു. ഇവിടെ അടുത്തൊരു ചെറിയ പുട്ടുകടയുണ്ടെന്നാണ് പറഞ്ഞത്. ജോർജ് ഏട്ടൻ്റെ പുട്ടുകട എന്നാണ് പറഞ്ഞത്. വളരെ ഫേമസ് ആണ് ഈ ലോക്കൽ ഏരിയയിൽ. നല്ല വാസനയുള്ള പുട്ടും ബീഫ് സ്റ്റൂ, നല്ല അടിപൊളി ബീഫ് സ്റ്റൂ ആണെന്ന് പറഞ്ഞു. അതുപോലെ ചായ കുടിക്കാൻ പോയവർ ഈ സ്റ്റൂവിൻ്റെ മണം അടിച്ച് പോലും അവർ വാങ്ങി കഴിച്ചിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു പറഞ്ഞു. ബ്രെഡും സ്റ്റൂവും ഉണ്ട്, പുട്ടും സ്റ്റൂവും ഉണ്ട്, പുട്ടും ബോട്ടിക്കറിയുണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടുന്ന ജോർജ് ഏട്ടൻ്റെ കടയിലേക്കാണ് പോകുന്നത്. നമ്മൾ എറണാകുളം സൈഡിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിലോ, വടുതല ജംഗ്ഷനിൽ നിന്ന് ഒരു അല്പം ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വടുതല പള്ളി സ്റ്റോപ്പ് എന്ന് പറയും. അവിടുന്ന് ഒരു സ്വല്പം അകത്തോട്ട് കയറി ഒരു 50 മീറ്റർ പോലും ഇല്ല, നടന്നകത്തോട്ട് കയറിയ ജോർജ് ഏട്ടൻസ് പുട്ടുകട വരും. ജോർജ് ഏട്ടൻസ് പുട്ടുകട ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അധികം വലുതായിട്ടൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ആ പടം ഇത് മാത്രമേ ഉള്ളൂ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ. അകത്ത് കയറുകയാണെങ്കിൽ തന്നെ 1, 2, 3, 4 ഒരു 8 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ചെറിയൊരു സൗകര്യമാണ്. ഇവിടെ പുട്ടുണ്ട്, അതിൻ്റെ കൂടെ ബീഫ് സ്റ്റൂ ഉണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ബോട്ടി വേണമെന്നുണ്ടെങ്കിൽ പുട്ടും ബോട്ടിയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. പുട്ടും ബീഫ് സ്റ്റൂവും വേണമെങ്കിൽ കഴിക്കാം. ഇനിയിപ്പോൾ ബ്രെഡും ബീഫ് സ്റ്റൂവോ ബ്രെഡും ബോട്ടിയാണോ വേണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. ഈ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പിന്നെ ചായ ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാപ്പിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതല്ലാതെ മറ്റ് കടികളോ മറ്റ് കറികളോ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. പുട്ടാണ് സ്പെഷ്യൽ എന്നാണ് പറയുന്നത്. അപ്പോൾ പുട്ടിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് സ്റ്റൂവോ അല്ലെന്നുണ്ടെങ്കിൽ ബോട്ടിയോ ഒക്കെ കഴിച്ച് അങ്ങോട്ട് പോകുന്ന സ്ഥലമാണ്. ചോദിക്കാം ബാ. നേരത്തെ ഇത് ജോർജ് ഏട്ടൻ തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം റോസിൻ്റെ അമ്മയാണ് നടത്തുന്നത് അല്ലേ? ജോഫിയാണ് നടത്തുന്നത്. ജോഫി ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? എവിടെയോ ഒരു ആഴ്ച ഉണ്ടാവില്ല. റോസ് പഠിക്കുകയാണോ? ഞാനിപ്പോൾ കോളേജ് ഡിഗ്രി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഞാനിപ്പോൾ കയറി വന്ന പറഞ്ഞായിരുന്നു പുട്ടും ബ്രെഡും, അതിൻ്റെ കൂടെ ബോട്ടി അല്ലെന്നുണ്ടെങ്കിൽ ബീഫ് സ്റ്റൂ, ഇതാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇതല്ലാതെ വേറെ ഐറ്റംസ് ഒന്നും തന്നെ ഇല്ലല്ലോ. പിന്നെ നമുക്ക് ഓരോ ദിവസം ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഓരോ കറി ഉണ്ടാവും. പക്ഷെ ഇപ്പം അമ്മ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് അതില്ല. അതല്ലെങ്കിൽ ബീഫ് റിബ്സ് ഉണ്ടാവും, ബാലോടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടാവും. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നായാലും ഞങ്ങൾ ലക്കിയല്ല അക്കാര്യത്തിൽ. ചിലപ്പം പാലോടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെന്നുണ്ടെങ്കിൽ ബീഫ് റിബ്സ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം സ്പെഷ്യൽ ഉണ്ടാവുമെന്ന്. അപ്പോൾ അത് കൂടാതെ നമുക്ക് ഇതുണ്ട്. ഓക്കെ, കോഫി ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്, ചായ ഉണ്ട് അല്ലേ? ഇത് എത്ര വർഷമായി നിങ്ങൾ തുടങ്ങിയിട്ട്? നിങ്ങൾ നടത്തുന്നത്? നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 years ആവുന്നുള്ളൂ. ജോർജ് ഏട്ടൻ ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. 10-30 വർഷമായിട്ട് ജോർജ് ഏട്ടൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ജോർജ് ഏട്ടൻ്റെ വീടിൻ്റെ ഒരു സൈഡ് തന്നെയാണ്. അത് കഴിഞ്ഞ് ജോർജ് ഏട്ടൻ മകളുടെ കൂടെ മാറിയപ്പോഴത്തേന് ഇത് ഇപ്പം ആരും ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലതാണ് ജോഫി ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ജോഫിക്ക് കൊടുത്തു. ജോഫി അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതേ രുചികൾ തന്നെ അല്ലേ? അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. രാവിലെ ഇല്ലല്ലേ? ഇല്ല, വൈകുന്നേര സമയം ഒരു 4:30 to 9 o'clock ആ ഒരു സമയം. 4:30 മുതൽ സൺഡേ ഓഫാണ്. അപ്പം വൈകുന്നേരങ്ങളിൽ 4:30 മുതൽ അങ്ങോട്ട് തുടങ്ങുക. 4 മണി വരെ അല്ലേ? 4 മണി മുതലോ? 4 മണി മുതൽ 9 മണി വരെയൊക്കെ കാണും. പിന്നെ ഐറ്റംസ് തീരുന്നതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞായറാഴ്ച അവധി നമുക്കിരുന്ന് പുട്ടും ബീഫും ഒക്കെ കഴിക്കാം. ഇടയ്ക്ക് സുമി വരുന്നെന്ന് പറഞ്ഞു. സുമി നമ്മുടെ കൂടെ വീഡിയോയിൽ നേരത്തെ വന്നിട്ടുള്ളതാണ്. കോഴിക്കോട്, കണ്ണൂർ, തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ പുള്ളിക്കാരത്തി വരുന്നെന്ന് പറഞ്ഞു പുട്ടും ബീഫും ഒന്ന് ആസ്വദിക്കാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരത്തിയും കൂടെ വരട്ടെ. അതുവരെ നമുക്ക് ചായ വെച്ചിട്ടുണ്ട്, എനിക്കുമുണ്ട്, അഭിലാഷനുണ്ട്. ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ബ്രെഡും വന്നു, പുട്ടും വന്നു, സ്റ്റൂവും വന്നു, ബോട്ടിക്കറിയും വന്നു. അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഇന്ന് കിട്ടാവുന്ന ഐറ്റംസ് ഒക്കെ നമ്മുടെ ടേബിളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബ്രെഡും സ്റ്റൂവും കൂടെ തുടങ്ങുമ്പോഴത്തേന് ബോട്ടിക്കറിയെന്നാണ് സുമി തുടങ്ങുന്നത്. സുമി ഇച്ചിരി താമസിച്ച് വരാനായിട്ട്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, നമ്മൾ കഴിക്കാനിരിക്കുക എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് ഏതായാലും വന്നു. ബോട്ടിക്കറിയും അതുപോലെ തന്നെ ബ്രെഡും തുടങ്ങുന്നോ? അതെ, ഞാനപ്പോൾ ബ്രെഡും സ്റ്റൂവും തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൊച്ചി സ്റ്റൈലിലുള്ള സ്റ്റൂ, അതിൻ്റെ കൂടെ ബ്രെഡ് കൂട്ടി അങ്ങോട്ട് കഴിക്കുകയാണ്. ബീഫ് സ്റ്റൂ ആണ്. ബീഫ് സ്റ്റൂ മാത്രമേ ഉള്ളൂ, ചിക്കൻ സ്റ്റൂ ഇവിടെ കിട്ടാറില്ല. അതുകൊണ്ട് ബീഫ് സ്റ്റൂ, അല്ലെന്നുണ്ടെങ്കിൽ മട്ടൺ സ്റ്റൂവും കിട്ടത്തില്ല കേട്ടോ. ഓ പൊളി. ബ്രെഡും സ്റ്റൂവും മസ്റ്റായിട്ട് സുമി ഇതാണ് ട്രൈ ചെയ്യേണ്ടത് കേട്ടോ. ഇത് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അത് ചൂടോടെ, ആ സ്റ്റൂ നല്ല ചൂടോടെ, നല്ല സോഫ്റ്റ് ബ്രെഡും കൊള്ളാം. ഒരു ഫീല്. പണ്ട് വീട്ടിലൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ, ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേന് ബ്രെഡും സ്റ്റൂവും ഉണ്ടാവും. അത് ഇതുപോലത്തെ ബ്രെഡല്ല, ഇങ്ങനെ മുറിച്ചെടുക്കുന്ന ബ്രെഡില്ലേ, അതും സ്റ്റൂ. അതിൻ്റെ ഒരു ഓർമ്മ ഇങ്ങ് വന്നു. ഞാൻ സ്റ്റൂവിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു. പക്ഷേ സുമി എങ്ങനെയുണ്ട്? ബോട്ടി എങ്ങനെയുണ്ടെന്ന് തോന്നി? ഇഷ്ടമായി. ആ ഒരു പഴയ സ്റ്റൈലിൽ മല്ലിയൊക്കെ ഇട്ടിട്ടുള്ള ബോട്ടിക്കറി ഇല്ലേ, അതും ഞാൻ ബ്രെഡിൻ്റെ കൂടെ കഴിക്കുന്നത്. പക്ഷെ നല്ലതാണ്. പുട്ടിൻ്റെ കൂടെ ആയിരിക്കും നല്ലത്. ബ്രെഡിന് എപ്പോഴും സ്റ്റൂ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ബീഫ് സ്റ്റൂവിൻ്റെ രുചി ഇഷ്ടമായതുകൊണ്ടുണ്ടല്ലോ, ഞാൻ കുറേ പ്രാവശ്യം ബീഫ് സ്റ്റൂ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീഫ് സ്റ്റൂ കുറേ പ്രാവശ്യം ഒഴിച്ചുകൊണ്ട് ബ്രെഡ് കഴിഞ്ഞിട്ടും പൊട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു സ്വല്പം ബീഫ് സ്റ്റൂ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പുട്ടും ഒന്ന് മിക്സ് ചെയ്ത്, ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത ബീഫാണ് കേട്ടോ അതിനകത്ത് കിടക്കുന്നത്. നമുക്ക് അധികം എഫേർട്സ് ഒന്നും എടുക്കണ്ട, ഈ നാക്കിൽ തന്നെ അലിന്ന് പോകുന്നുള്ളൂ. അതുപോലെയാണ്. അപ്പം അതും ആ ബീഫ് സ്റ്റൂവും അതിൻ്റെ അകത്ത് കഷ്ണങ്ങളും എല്ലാം ഉണ്ട്. പുട്ടും കൂടെ മിക്സ് ചെയ്ത് ബ്രെഡിൻ്റെ കൂടെ നല്ല, എനിക്ക് പുട്ടിൻ്റെ കൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബീഫ് സ്റ്റൂ പൊളിയാണ് ടേസ്റ്റ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിയുടെ കൂടെ കഴിക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് ബോട്ടി എന്ന് പറയുന്ന ഐറ്റം എനിക്ക് വലിയ താല്പര്യമുള്ള ഐറ്റം അല്ല. എനിക്ക് സ്റ്റൂ ആണ് അതിന് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഒത്തിരി പേർക്ക് ഈ ബോട്ടി എന്ന് പറയുന്ന ഐറ്റം, അതുപോലെ തന്നെ ചിക്കൻ പാർട്സ് എന്നൊക്കെ പറയുന്നത്, അത് ഒത്തിരി ഇഷ്ടമാണ്. കഴിച്ച് നോക്കണം. ഒരു സ്വല്പം ബോട്ടി എടുത്ത് കഴിച്ച് നോക്കാം. പക്ഷേ സ്റ്റൂവിൻ്റെ കൂടെ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ബോട്ടിക്കറിയും കൂടെ നമ്മൾ പുട്ടിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ. മിക്സ് ചെയ്തിട്ട് പുട്ടും ബോട്ടിക്കറിയും കൂടെ കൂട്ടിയും കഴിച്ച് നോക്കാം. നല്ലതാണിത്. പക്ഷെ സ്റ്റൂ എന്ന് പറയുന്നതാണ് ഹൈലൈറ്റ്. പുട്ടാണെങ്കിലും ബ്രെഡാണെങ്കിലും എനിക്ക് സ്റ്റൂ ആണ് ഇഷ്ടപ്പെട്ടത്. സുമിക്കോ? സ്റ്റൂ ആണ്. സ്റ്റൂ അടിപൊളിയാണ് കേട്ടോ. അത് മസ്റ്റ് ട്രൈ ആണ്. സ്റ്റൂ ഇവിടെ ഒന്നൊന്ന് കഴിച്ചു നോക്കാൻ വേർത്താണ്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ചായയോ, സുമി ഓൾറെഡി 2 കാപ്പി കുടിച്ചു, ഞാനൊരു ചായ കുടിച്ചു, ഞാനൊരു ബൂസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പതുക്കെ തണുത്ത് കാണും. ഇനി കാപ്പി വേണോ? ഒരെണ്ണം കൂടെ ചൂട്. ഒരു കാപ്പിയും കൂടെ കൊടുക്കും. ഒരു കട്ടനല്ലേ? ബൂസ്റ്റ് തണുത്ത്, പക്ഷേ കുഴപ്പമില്ല, ബൂസ്റ്റ് അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചായയോ കാപ്പിയോ ഒന്നും അല്ല വേണ്ട, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഗോലി സോഡ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിനടുത്ത് തന്നെയാണ്. നമ്മൾ പച്ചാളം പാലത്തിൻ്റെ സൈഡിൽ തന്നെ ഗോലി സോഡ കിട്ടുന്ന കടയുണ്ട്. അവിടെ പോയി ഗോലി സോഡ പറയുക. അതിനകത്ത് ഇഞ്ചി ചേർത്തോ ഇഞ്ചി ചേർക്കാത്തതുകൊണ്ട്, വെടി പൊട്ടിക്കുന്നതും വെടി പൊട്ടിക്കാത്തതുകൊണ്ട്, അങ്ങനത്തെ പല ടൈപ്പ് സോഡകളാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് അങ്ങോട്ട് പോകാവുന്നതാണ്. ഇപ്പോൾ ഏതായാലും ബൂസ്റ്റും ചായയൊക്കെ കുടിച്ച് ഞങ്ങളും പോവാണ്. പോകുന്ന വഴിക്ക് പറ്റിയാൽ അവിടെ ഒന്ന് നിർത്തി ഒരു സോഡ കുടിച്ചാൽ നമ്മൾ വയറൊക്കെ ഒന്ന് കംഫർട്ടബിൾ ആവും, സെറ്റാവും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഒന്നിച്ച് സന്തോഷമായിട്ട് അങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്കിന് ബൈ.